കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ആൾജിബ്രിക് ഫംഗ്ഷൻ, നോൺ ആൾജിബ്രിക് ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് എക്കണോമിക് ഫങ്ഷൻസ്. അപ്പോൾ എക്കണോമിക് ഫംഗ്ഷനിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ പറയാവുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്, സപ്ലൈ ഫംഗ്ഷൻ ഉണ്ട്, കോസ്റ്റ് ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തുടങ്ങിയ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ. നമുക്കറിയാം എക്കണോമിക് അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്നത് അല്ലേ. ഡിമാൻഡും സപ്ലൈയും പ്രൈസിൻ്റെ ഫംഗ്ഷനായിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത്. ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ കൺസിഡേർഡ് ടു ബി ദി ഫങ്ഷൻസ് ഓഫ് പ്രൈസ്. ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ കൂടും. അതായത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. അതായത് നെഗറ്റീവ് സ്ലോപ്പ് ആണല്ലോ ഡിമാൻഡ് കർവിന് വരുന്നത്. സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആണ് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ കുറയുന്നു. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. ഓക്കെ, ഇത് രണ്ടും കൺസ്യൂമേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ബിഹേവിയർ എന്താണോ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും ഏതിൻ്റെ ഫംഗ്ഷനാണ്? ദേ ആർ കൺസിഡേർഡ് ടു ബി ദ ഫംഗ്ഷൻസ് ഓഫ് പ്രൈസ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആണ്, വെറാസ് ദി സപ്ലൈ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം ഡിമാൻഡ് ഫംഗ്ഷനാണ് പറയുന്നത്. The concept of the demand function for a good or service is based on the theory of consumer behavior. Consumer behavior എന്ന തിയറിയുടെ ബേസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനെ പറയുന്നത്. ഡിമാൻഡ് ഈസ് എ മൾട്ടിവേരിയഡ് റിലേഷൻഷിപ്പ് ദാറ്റ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മെനി ഫാക്ടേഴ്സ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് പ്രൈസ് മാത്രമല്ല, ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ആണ് എന്തൊക്കെയാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം പ്രൈസ് വരാം, അത് ആ കമ്മോഡിറ്റിൻ്റെ പ്രൈസ് വരാം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് വരാം, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇപ്പോൾ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ആണ്. അതിൻ്റെ തന്നെ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ. ഇപ്പോൾ ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡഡ് ആൻഡ് ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് എ കൺസ്യൂമർ ടു ബൈ ദി ഗുഡ്. അതായത് ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അത് കാണിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡും അതേപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡിനെ എഫക്റ്റ് ചെയ്യുന്ന, അതായത് കൺസ്യൂമറുടെ വില്ലിംഗ്നെസ്സിനെയും എബിലിറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡിമാൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് QD ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് PRYT എന്നുള്ളത്. ഇപ്പോൾ QD എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. F ഫംഗ്ഷൻ ഓഫ് എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. QD എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡഡ്, P എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി ഗുഡ്, PR ഈസ് ദി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, Y ഈസ് ദ ഇൻകം ആൻഡ് T ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ഇപ്പോൾ ഡിമാൻഡ് ഇക്വേഷന് ആണ് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഡിമാൻഡ് ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. QD ഈസ് ഈക്വൽ ടു 325 മൈനസ് P മൈനസ് 30 PR പ്ലസ് 1.4Y. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിമാൻഡ് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Here 325 is the repository of all relevant non-specified factors that affect demand for the product. അപ്പോൾ ഈ 325 എന്ന് പറയുന്നത് വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതിനെയാണ് അതുകൊണ്ട് 325 കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. For many purposes in economics, it is useful to focus on the relationship between quantity demanded and price of the good while keeping other determinant factors constant. ഇപ്പോൾ നമ്മൾ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പറഞ്ഞല്ലോ, ആ ഫാക്ടേഴ്സിനെ ഒന്നും നോക്കാതെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനെ QD ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് P എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും.
അതുകൊണ്ട് തന്നെ നമ്മൾ ലീനിയർ ഫോർമാറ്റിൽ ഡിമാൻഡ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്നുള്ളതാണ് എഴുതാറുള്ളത്. ഇത് നമ്മൾ പഠിക്കുന്നത് ഇതാണ് എ മൈനസ് ബി പി എന്നുള്ളത്. മൈനസ് വരുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ടാണ്. അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ്. ഓക്കെ, where we assume the quantity demanded QD is a function of price and A and B are parameters. P is the price of the good. Its coefficient minus B is negative, reflecting the assumption that the quantity demanded is a decreasing function of price. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. Then QD is equal to 12 minus 2P. The slope of the demand function is minus 2. എന്താ കാണിക്കുക? അതെന്താണ് പറയുന്നത്? ഇറ്റ് ടെൽ us that 1 rupee increase in price will cause quantity demanded to decrease by 2 units. ഇപ്പോൾ പ്രൈസ് 1 രൂപ കൂടുകയാണെന്നുണ്ടെങ്കിൽ 2 യൂണിറ്റ് ആയിട്ട് എന്ത് കുറയുന്നു? 2 യൂണിറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും എന്നുള്ളതാണ് -2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ് ആക്സിലും പ്രൈസ് വൈ ആക്സിലും കൊടുത്തിട്ടാണ് കാണിക്കാറുള്ളത്. എന്നിട്ട് നമ്മൾ ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്നുള്ളത്. അതിൽ എ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റും ബി എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പുമാണ്. ഓക്കെ, മൈനസ് ബി എന്ന് പറയുന്നത് സ്ലോപ്പുമാണ്. നെക്സ്റ്റ് വി മൂവ് ടു കൺസ്ട്രക്റ്റിംഗ് ദി ഡിമാൻഡ് ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺസ്ട്രക്റ്റിംഗ് ദി ഡിമാൻഡ് ഫംഗ്ഷൻ. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസ് ഡിമാൻഡ് ഫംഗ്ഷൻ വിൽ നോട്ട് ബി സ്റ്റേറ്റഡ് സ്പെസിഫിക്കലി. ഡിമാൻഡ് ഫംഗ്ഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അതിന് പകരം 2 പ്രത്യേക ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡിമാൻഡ് തരും. അതിലെത്രയാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ തരിക. ഓക്കെ, അത്തരത്തിലുള്ള കേസിൽ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ ലീനിയർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് ഡിമാൻഡ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ദി പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 0.85 പെർ ഐറ്റം വെൻ 100 പ്രൊഡക്ട്സ് ആർ ഡിമാൻഡഡ്. 100 പ്രൊഡക്ട്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് 0.85 ആയിരുന്നു പ്രൈസ് എന്നുള്ളത്. അതേപോലെ തന്നെ 500 ഐറ്റംസ് ആകുമ്പോൾ അത് 0.68 ആയിട്ട് മാറും. So we assume the demand function is linear and so has a form P is equal to A plus BX. Substituting our 2 sets of values given as അതായത് നമുക്ക് 0.85 തന്നിട്ടുണ്ട്, 0.68ഉം 100ഉം 500 ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2 സെറ്റ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇക്വേഷന് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. 0.85 is equal to A plus B into 100. 0.68 is equal to A plus B into 500. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 0.17 is equal to -400B. ഓക്കെ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 0.17ഉം ഇതിൽ നിന്ന് ഇത് മൈനസ്, അതായത് ബി 100Bയും 500Bയും വരുമ്പോൾ -400B വരും. അതിൽ നിന്ന് ബീൻ്റെ വാല്യൂ കാണുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? -400 ഡിവൈഡ് ബൈ 0.17 വരുന്നു. അപ്പോൾ ആൻസർ വരുന്നത് B ഈസ് ഈക്വൽ ടു -0.0000425 എന്ന് വരും. കിട്ടിയിട്ടുള്ള വാല്യൂ ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വരുന്നത് 0.85 is equal to A plus -0.00425 into 100. ഇത് ചെയ്യുമ്പോഴായിരുന്ന ആൻസറാണ് ഇത്. ഓക്കെ, and so we have B is equal to -0.00425 and A is equal to 0.8925 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, എയും ബിയും നമുക്ക് കിട്ടി. ദസ് അവർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, P is equal to A plus BX എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P is equal to 0.8925 minus 0.00425 into X എന്നുള്ളതായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സപ്ലൈ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് എ സപ്ലയർ ടു ഓഫർ ഗുഡ്സ് ഫോർ സെയിൽ. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈയും അതേപോലെ തന്നെ സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇവിടെ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് എ സപ്ലയർ ടു ഓഫർ ഗുഡ്സ് ഫോർ സെയിൽ, അതായത് സപ്ലയറിൻ്റെ വില്ലിംഗ്നെസ്സിനെയും എബിലിറ്റിയെയും എഫക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഫാക്ടേഴ്സും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഏത് തിയറിനെയാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി തിയറി ഓഫ് ദി ബിഹേവിയർ ഓഫ് ദി ഫേം. ഇപ്പോൾ ഡിമാൻഡിനെ പോലെ തന്നെ സപ്ലൈ
എന്ന് പറയുന്നത് എന്താണ്, ഒരു മൾട്ടി വേരിയറ്റ് റിലേഷൻഷിപ്പാണ് അല്ലേ. അതായത് ഒരുപാട് ഫാക്ടേഴ്സ് സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യാനുണ്ട്. The quantity of a commodity that a firm will be willing to offer for sale in the market depends on several factors. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ദെൻ ദി പ്രൈസ് ഓഫ് ദി ഇൻപുട്സ്, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എക്സെട്ര. നമ്മൾ ഡിമാൻഡ് പറഞ്ഞ പോലെ തന്നെ സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ദി ഇൻപുട്ട്, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് സപ്ലൈ ഫംഗ്ഷൻ ഏത് രീതിയിൽ എഴുതാം? QS is equal to G of P, T, F1, F2 up to Fn and PR. ഇപ്പോൾ QS എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്, P എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, F1, F2 up to Fn എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ഇൻപുട്സ് ആണ്. ദെൻ T എന്ന് പറയുന്നത് ടെക്നോളജി, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി. ഫോർ സിംപ്ലിസിറ്റി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ അതർ ദാൻ പ്രൈസ് ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞ പോലെ തന്നെ സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നമ്മൾ പ്രൈസ് അല്ലാത്ത ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ എന്താണ് കാണിക്കുന്നത്? കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സപ്ലൈ ഫംഗ്ഷൻ ഏത് രീതിയിലേക്ക് മാറ്റാം? QS is equal to G of P. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ പോലെ തന്നെ സപ്ലൈ ഫംഗ്ഷൻ is considered to be of a linear form. The QS is equal to minus C plus DP. ഇവിടെ സിയും ഡി എന്ന് പറയുന്നത് പാരാമീറ്റർ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത് QS is equal to -4 plus 6P. ഓക്കെ, ഇതിൽ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 6 ആണ്. It tells us that when the price increased by 1 rupee per kilogram, the quantity supplied increases by 6 units. അപ്പോൾ ഒരു രൂപ ഇൻക്രീസ് ചെയ്യണം, കമ്മോഡിറ്റിയിൽ പെർ കിലോഗ്രാമിന് 1 രൂപ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യുന്നു? 6 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. then coefficient of price D is positive, showing that supply is an increasing function of price. As the price increases, quantity supplied also increases. അപ്പോൾ ഡിയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതായത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗറിൽ ഇതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. QS is equal to -C plus DP എന്നുള്ളതാണ്. ഇവിടെയാണ് -C എന്ന് പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ഇൻ്റർസെപ്റ്റ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പ്രൈസ് പോസിറ്റീവ് ആവുന്നത് എന്തുണ്ടാവില്ല? സപ്ലൈ ഉണ്ടാവില്ല അല്ലേ. സപ്ലൈ അത് ഇൻക്രീസ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ സപ്ലൈ അവിടെ ഉണ്ടാവില്ല, അത് നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ സപ്ലൈ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ QD is equal to 25 minus 5P. QS is equal to -5 plus 10P. ഇപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ QD is equal to QS ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ ഇൻ ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ QD is equal to QSൽ നമുക്ക് കിട്ടിയിട്ടുള്ള QDയും QS എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വരുന്നത് 25 minus 5P is equal to -5 plus 10P. ഓക്കെ, ഇനി P ഉള്ളതിനൊക്കെ ഒരു ഭാഗത്തേക്കും മറ്റേ ഒരു ഭാഗത്തേക്കും കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ P ഉള്ളതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി -5ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ആൻസർ വരുന്നത് 25 plus 5 is equal to 10P plus 5P ആണ്. അപ്പോൾ 15P is equal to 30 കിട്ടും. അതിൽ നിന്ന് P നമുക്ക് കിട്ടും 2 ആണെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള Pയുടെ വാല്യൂ 2 ആണല്ലോ. അത് നമ്മൾ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഡിമാൻഡിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 25 minus 5P എന്നുള്ളതാണ് QDയുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ QD is equal to 25 minus 5 into 2 എന്നുള്ളത് വരും. അപ്പോൾ 25 minus 5 into 2 10. അപ്പോൾ 25 minus 10 is equal to 15 എന്നുള്ളതാണ് നമുക്ക് QD കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് 2 ആകുമ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? 15 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 15 ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ എന്താണ്? 15 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നൊരു എക്സാമ്പിൾ നോക്കാം. A market for a commodity consists of 3 individuals A, B and C whose demand function for the commodity is given below. Find out the market demand function.
അപ്പോൾ ക്യു എ ക്യു ബി ക്യു സി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഇൻഡിവിജ്വൽ എ ബി സി. അപ്പോൾ എത്രയാണ് 40 മൈനസ് 2p 25.5 മൈനസ് 0.75p ക്യു സി ഈസ് ഈക്വൽ ടു 36.5 മൈനസ് 1.25p. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ക്വാണ്ടിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. എന്താ പറയുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന രൂപത്തിലായിരുന്നു. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് എല്ലാം കൂട്ടിയാലാണ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടുന്നത് അല്ലേ. ദ ഡിമാൻഡ് ഫംഗ്ഷൻ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ സമ്മിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്യു എം ഇസ് ഈക്വൽ ടു ക്യു എ പ്ലസ് ക്യു ബി പ്ലസ് ക്യു സി എന്നത് നമുക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതാണ് 40 മൈനസ് 2p എന്നുള്ളത് ക്യു എ ആണ്. ദെൻ ക്യു ബി 25.5 മൈനസ് 0.75p പ്ലസ് 36.5 മൈനസ് 1.25p. ഓക്കെ, ഇനി പി ഉള്ളതിനൊക്കെ ഒരു സൈഡിലേക്കും അതായത് ഒന്നാക്കി മാറ്റി അതേപോലെ തന്നെ മറ്റേതിനൊക്കെ ഒരു ഭാഗത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി വെക്കുക ചെയ്യുക കേട്ടോ. ഓക്കെ, then 40 plus 25.5 plus 36.5 minus 2 plus 0.75 plus 1.25 into p എന്നുള്ളത് വന്നു. അപ്പോൾ 102 മൈനസ് 4p എന്നുള്ളതാണ് നമുക്ക് എന്ത് വരുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷനിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചു വെക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് സപ്ലൈ ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ വരുന്ന മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അതേപോലെ തന്നെ സപ്ലൈ ഫംഗ്ഷനെ കുറിച്ചാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.